പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ തന്നെ 10th ലെവൽ എക്സാമിനേഷനും പ്ലസ് 2 ലെവൽ എക്സാമിനേഷനൊക്കെ വരികയാണ്. കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നുണ്ട്. അതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്ന. കുറേയധികം ജനറൽ നോളജും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ നോക്കിയിരുന്നു. ഈ ക്ലാസ്സും വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു കൊച്ചു കലാകാരന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ. ഏത് കലാകാരന്റെ എന്ന് ചോദിച്ചാൽ എഡ്മണ്ട് തോമസ് ക്ലിന്റിനെയാണ്. എഡ്മണ്ട് തോമസ് ക്ലിന്റ് ആണ്. അത്ഭുത ബാലനാണ് അല്ലെ. എഡ്മണ്ട് തോമസ് ക്ലിന്റിനെയാണ് നിറങ്ങളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. 7 വയസ്സിനിടെ ഏകദേശം 25,000-ഓളം ചിത്രങ്ങൾ വരച്ചതാണ് ക്ലിന്റ് അല്ലെ. എഡ്മണ്ട് തോമസ് ക്ലിന്റ് 7 വയസ്സിനിടെ ഏകദേശം 25,000 ചിത്രങ്ങൾ വരച്ച് തൻ്റെ അസാമാന്യമായ പ്രതിഭയിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ക്ലിന്റ് നിറങ്ങളുടെ രാജകുമാരൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. ആരാണെന്നറിയാമോ? സെബാസ്റ്റ്യൻ പള്ളിത്തോടാണ്. അതാണ് ഒരു കൊച്ചു കലാകാരന്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ. ക്ലിന്റ് നിറങ്ങളുടെ രാജകുമാരൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് സെബാസ്റ്റ്യൻ പള്ളിത്തോടാണ്. ഈ പറയുന്ന ക്ലിന്റ്, എഡ്മണ്ട് തോമസ് ക്ലിന്റ് 1976 മെയ് 19 കൊച്ചിയിലാണ് ജനിച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രകൃതിയെയും മനുഷ്യരൂപങ്ങളെയും പുരാണ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ അതിമനോഹരമായി ക്യാൻവാസിൽ പകർത്തിയതാണ്. വൃക്കരോഗത്തെ തുടർന്ന് 1983 ഏപ്രിൽ 15 തൻ്റെ 7ാം വയസ്സിലാണ് തന്നെ അന്തരിച്ചു. ക്ലിന്റ്, എഡ്മണ്ട് തോമസ് ക്ലിന്റ് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഹരികുമാർ സംവിധാനം ചെയ്ത ക്ലിന്റ് എന്ന ചിത്രമുണ്ട്. ഹരികുമാർ ആണ് അതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ, അതായത് എഡ്മണ്ട് തോമസ് ക്ലിന്റിന്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണ് ക്ലിന്റ് എന്ന് പറയുന്ന. ഹരികുമാറാണ് സംവിധാനം ചെയ്തത്. അടുത്തത്, സെന്റ് തോമസിന്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗം കളിയാണ്. ആരുമായിട്ട് ബന്ധപ്പെട്ട? സെന്റ് തോമസിന്റെ. അപ്പോൾ സെന്റ് തോമസിന്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗം കളിയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള അതിപുരാതനമായ ഒരു കലാരൂപമായിന് മാർഗം കളി എന്ന് പറയുന്നത്. മാർഗം എന്ന വാക്കിന് തന്നെ വഴി എന്നാണ് അല്ലെ. അതായത് ക്രിസ്തുദേവൻ കാണിച്ചു തന്ന വഴി എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഏകദേശം 4ാം നൂറ്റാണ്ടിലെങ്കിലും ഇത് ഈ മാർഗം കളി ഉദ്ഭവിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന സെന്റ് തോമസ്, അതാണ് മാർ തോമാ ശ്ലീഹ എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് കേരളത്തിൽ വന്നതും അദ്ദേഹം നടത്തിയ അത്ഭുത പ്രവൃത്തികളും സുവിശേഷ പ്രവർത്തനങ്ങളുമാണ് ഈ മാർഗം കളി എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രധാന പ്രമേയം പോലും. എന്താണ് മാർഗം കളിയുടെ പ്രധാന പ്രമേയം? ക്രിസ്തുവിന്റെ ശിഷ്യനായ, അതായത് സെന്റ് തോമസ്, മാർ തോമാ ശ്ലീഹ കേരളത്തിൽ വന്നത് അദ്ദേഹം നടത്തിയ അത്ഭുത പ്രവൃത്തികളും സുവിശേഷ പ്രവർത്തനങ്ങളുമാണ് ഈ കലാരൂപത്തിന്റെ പ്രധാന പ്രമേയം. ആശയവിനിമയ രംഗത്ത് സ്മൈലി നമ്മളെപ്പോഴും ചാറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോട്ട് സാൽമാൻ ആണ് സ്മൈലി ആശയവിനിമയ രംഗത്ത് സംഭാവന ചെയ്തത്. നമുക്കറിയാം, സ്മൈലി എന്ന് പറയുന്നത് സന്തോഷവും സ്നേഹവും തമാശ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള മുഖങ്ങളെയാണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് പറയുന്നത്? സ്മൈലി എന്ന് പറയുന്നത്. ഇതില് അതുപോലെ തന്നെ ആദ്യത്തെ സ്മൈലി സ്കോട്ട് സാൽമാൻ ആണ് സംഭാവന ചെയ്തെന്നറിയാം. ആദ്യത്തെ സ്മൈലി 1963 ഹാർവി ബോൾ എന്ന ഗ്രാഫിക് ഡിസൈനറാണ് ഇന്നത്തെ പരിചിതമുള്ള മഞ്ഞ നിറത്തിലുള്ള ചിരിക്കുന്ന മുഖം രൂപകൽപ്പന ചെയ്തത്. ഹാർവി ബോൾ ആണ്. 10 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഇത് വരച്ചത്, ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഇമോജി, സ്മൈലികളുടെ ആധുനിക രൂപമാണ് ഇമോജി എന്ന് പറയുന്നത്. 1990കളിലാണ് ഇമോജിക്ക് തുടക്കം കുറിക്കുന്നത്. ജപ്പാനിലാണ്. ലോക ഇമോജി ദിനമൊക്കെ ഉണ്ട്. ജൂലൈ 17 എല്ലാ വർഷവും ജൂലൈ 17 ലോക ഇമോജി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി അടുത്തത്,
യവനരുടെ വാത്മീകി എന്നറിയപ്പെടുന്ന അന്ധകവിയാണ്, കാഴ്ച പരിമിതിയുള്ള അല്ലെ കാഴ്ച സ്വാധീനമില്ലാത്ത വ്യക്തിയാണ് ഹോമർ. യവനരുടെ വാത്മീകി എന്നാണ്. പുരാതന ഗ്രീക്ക് കവിയാണ് ഈ ഹോമർ എന്ന് പറയുന്നത്. സന്ദർഭത്തിനനുസരിച്ച് ഹോമർ എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് യവനരുടെ വാത്മീകി എന്നറിയപ്പെടുന്ന ഹോമർ. ലോക സാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ ഇതിഹാസങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടാവും. ഇലിയഡ് രചിച്ച ഇലിയഡ്, അതേപോലെ തന്നെ ഒഡീസി, ഇവയുടെയൊക്കെ കർത്താവായിട്ട് അറിയപ്പെടുന്നത് യവനരുടെ വാത്മീകി എന്ന അന്ധകവിയാണ്. ആ അന്ധകവിയാണ് ഹോമർ. BC 8-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. പാശ്ചാത്യ സാഹിത്യത്തിന്റെ എക്സാമിന് ചോദിക്കാം, പാശ്ചാത്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഹോമറാണ്. ഇലിയഡും ഒഡീസിയൊക്കെ രചിച്ചത് ആരാണ്? അന്ധകവിയായ ഹോമറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബുദ്ധമതത്തിന്റെ പുണ്യഗ്രന്ഥമാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ത്രിപീഠികയാണ് ബുദ്ധമതത്തിന്റെ പുണ്യഗ്രന്ഥം. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും തത്വങ്ങളും അടങ്ങിയ വിശുദ്ധ ഗ്രന്ഥമാണ് ഇത് ത്രിപീഠിക. ത്രീ എന്നാൽ 3 എന്നും പീഠിക എന്നാൽ കുട്ട എന്നുമാണ്. അതായത് ബുദ്ധന്റെ ഉപദേശങ്ങൾ 3 വിഭാഗങ്ങളിലായി ക്രോഡീകരിച്ചിരിക്കുന്നതിനാലാണ് ഏത് പേര് ലഭിച്ചത്? ത്രിപീഠിക എന്ന പേര്. ഈ പ്രധാനപ്പെട്ട 3 പീഠികകളാണ് ഈ ത്രിപീഠികയുടെ. ഒന്ന് വിനയപീഠിക, രണ്ടാമത്തെ സുത്തപീഠിക, അതുപോലെ തന്നെ അഭിധമ്മ പീഠിക. വിനയപീഠിക എന്ന് പറയുന്നത് ബുദ്ധഭിക്ഷുക്കളെയും ഭിക്ഷുണികളും പാലിക്കേണ്ട നിയമങ്ങളും അച്ചടക്ക രീതികളും ഒക്കെ പ്രതിപാദിക്കുന്നതാണ് വിനയപീഠിക. സുത്തപീഠിക ബുദ്ധന്റെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും കഥാരൂപേണ ഇതിൽ നൽകിയിരിക്കുന്നു. ബുദ്ധമത തത്വങ്ങളുടെ പ്രധാന ഉറവിടമാണ് സുത്തപീഠിക. അഭിധമ്മ പീഠിക ബുദ്ധമത ദർശനങ്ങളെയും തത്വചിന്തകളെയും അതുപോലെ തന്നെ ശാസ്ത്രീയമായും വിശകലനാത്മകവുമായും വിവരിക്കുന്നതാണ് അഭിധമ്മ പീഠിക. ഓർത്തിരിക്കണം, ഈ ത്രിപീഠികകൾ രചിച്ചിട്ടുള്ളത് പാലി ഭാഷയിലാണ്. BC 1-ാം നൂറ്റാണ്ടിൽ ശ്രീലങ്കയിൽ വെച്ചാണ് ഇവ ആദ്യമായി എഴുത്ത് രൂപത്തിൽ, ഈ ത്രിപീഠിക ലിഖിത രൂപത്തിൽ ആക്കിയത്. അതും കൂടി അറിയാം. സിഖ് മതത്തിന്റെ പുണ്യഗ്രന്ഥം നിങ്ങൾക്കറിയാം, ഗുരു ഗ്രന്ഥ സാഹിബാണ് സിഖ് മതത്തിന്റെ പുണ്യഗ്രന്ഥം. ഏതാണ്? ഗുരു ഗ്രന്ഥ സാഹിബ്. അടുത്ത്, ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ നോബൽ സമാധാന സമ്മാന ജേതാവാണ്. അവരെ നിങ്ങൾക്കറിയാം, ആങ് സാൻ സൂചി അല്ലെ, പ്രമുഖമായ വ്യക്തിത്വമായിരുന്നു. മ്യാൻമാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആങ് സാൻ സൂചിയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആങ് സാൻ സൂചിയെ കുറിച്ച് മറ്റെന്തൊക്കെ നിങ്ങൾക്ക് അറിയാമേ? എക്സാമിന് ആങ് സാൻ സൂചിയെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. മ്യാൻമാറിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുഖമാണ് ആങ് സാൻ സൂചി അല്ലെ. 2021 സൈനിക അട്ടിമറിക്ക് ശേഷം തടവിലാക്കപ്പെട്ട ആങ് സാൻ സൂചി ഇപ്പോൾ 27 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നിലവിൽ മ്യാൻമാറിന്റെ തലസ്ഥാനം അറിയാമോ? മ്യാൻമാറിന്റെ തലസ്ഥാനം നെയ്പിഡോ. ഈ നെയ്പിഡയിലെ ഒരു ജയിലിലെ ഏകാന്ത തടവറയിലാണ് ആങ് സാൻ സൂചി എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നത്. നമുക്കറിയാം, 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൈനിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ 2026 മാർച്ച് 16 മ്യാൻമാർ പാർലമെന്റ് വീണ്ടും സമ്മേളിക്കുകയൊക്കെ ചെയ്തു. ഈ മ്യാൻമാർ പാർലമെന്റ് സമ്മേളിച്ചപ്പോൾ സൂചിയുടെ പാർട്ടിയുണ്ട്, NLD എന്ന പാർട്ടി. ഈ NLD ആ തെരഞ്ഞെടുപ്പിൽ നിന്നും പുറത്താവുകയൊക്കെ ആയിരുന്നു. 1991 ആങ് സാൻ സൂചിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അതും കൂടി അറിഞ്ഞിരിക്കണം. 1991 വർഷം. അടുത്തത്, സ്പർശനങ്ങളുടെ ആരുടെ 200-ാം ജന്മവാർഷികത്തിലാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത്? സ്പർശനത്താൽ മനസ്സിലാക്കുന്ന സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തിലാണ് ചോദിക്കുന്നത്? നമുക്കറിയാം, ലൂയിസ് ബ്രെയിലിയുടെ അല്ലെ, ആരുടെ 200-ാം ജന്മവാർഷികത്തിനാണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കുന്ന സ്റ്റാമ്പ് പുറത്തിറക്കുക. ബ്രെയിൻലി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ലൂയിസ് ബ്രെയിൻലി. കാഴ്ച പരിമിതിയുള്ളവർക്ക് വായനയുടെ ലോകം തുറന്നുകൊടുത്ത വിപ്ലവകാരിയായ ഫ്രഞ്ച് അധ്യാപകയാണ് ആര്? ലൂയി ബ്രെയിലി എന്നുള്ളത് അല്ലെ. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ബ്രെയിൻലി ഇന്ന് ലോകമെമ്പാടും അദ്ദേഹം വികസിപ്പിച്ചെടുത്ത, അതായത് ലൂയിസ് ബ്രെയിൻലി വികസിപ്പിച്ചെടുത്ത ബ്രെയിൻലി ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്നതാണ്. 1809 ജനുവരി 4 ഫ്രാൻസിലെ കൂവറിയിലാണ് ലൂയിസ് ബ്രെയിൻലി ജനിക്കുന്നത്.
ബ്രെയിൻ ലിപി 15-ാം വയസ്സിലാണ് 6 നിൽക്കുന്ന കൊത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള ലിപി ബ്രെയിൻലി, അതാണ് ബ്രെയിൻലി എന്ന ലൂയിസ് ബ്രെയിൻലി എന്ത് ചെയ്തത്, വികസിപ്പിച്ചെടുത്തത്. വിരലുകൾ ഉപയോഗിച്ച് സ്പർശിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊത്തുകൾ യോജിപ്പിച്ചുകൊണ്ടുള്ളത് വായിക്കാനായിട്ട് സാധിക്കും. ലോക ബ്രെയിൻലി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന, അതും കൂടി അറിഞ്ഞിരിക്കണം, ജനുവരി 4. എല്ലാ വർഷവും ജനുവരി 4 നമ്മൾ ലോക ബ്രെയിൻലി ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ആ അവസ്ഥ മറന്നു പോകല്. ഏറ്റവും വിലയേറിയ സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ് എന്ന് പറയുന്നത് അല്ലെ. കുങ്കുമപ്പൂവ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കുങ്കുമപ്പൂവ് കാശ്മീരിലൊക്കെ കൃഷി ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉത്പാദിപ്പിക്കുന്നത് നമുക്കറിയാം കാശ്മീരിലെ പാമ്പോർ മേഖലയിലാണ്. കാശ്മീരിലെ പാമ്പോർ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇറാനിലാണ്. ക്രോക്കസ് സറ്റവൈസ് എന്ന ചെടിയുടെ പൂവിൽ നിന്നുള്ള ചുവന്ന നിറത്തിലുള്ള നാരുകളാണ് നമ്മൾ കുങ്കുമപ്പൂവായിട്ട് എടുക്കുന്നത് അല്ലെ. ക്രോക്കസ് സറ്റവസ് എന്ന ചെടിയുടെ പൂവിൽ നിന്നുള്ള ചുവന്ന നിറത്തിലുള്ള നാരുകൾ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉത്പാദിപ്പിക്കുന്ന ഇറാനിലും ഇന്ത്യയിലെ കാശ്മീരിലെ പാമ്പോർ മേഖലയിലുമാണ്. നമുക്കറിയാം. ഇതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം ക്രെസ്കോഗ്രാഫാണ്. ഏതാണ്? ക്രെസ്കോഗ്രാഫാണ് സസ്യ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഏതാണ്? ക്രെസ്കോഗ്രാഫ്. അതായത് സസ്യങ്ങളുടെ വളർച്ച കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ഇത് കണ്ടെത്തിയത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന JC ബോസ്. കേട്ടിട്ടുണ്ടല്ലോ തൊട്ട് താഴെ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ JC ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ്. അപ്പോൾ സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫാണ്. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് JC ബോസ് ഈ ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത്. സസ്യങ്ങളുടെ വളർച്ചയിലുണ്ടാകുന്ന അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും ആയിരക്കണക്കിന് മടങ്ങ് വലിപ്പത്തിൽ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് JC ബോസ് കണ്ടെത്തിയ ക്രെസ്കോഗ്രാഫ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നും ബാഹ്യമായ പ്രേരണകളോട്, അതായത് നമുക്കറിയാം ബാഹ്യമായ പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്, തണുപ്പ്, ശബ്ദം, രാസവസ്തുക്കൾ ഇവയോട് പ്രതികരിക്കാനും കഴിയുമെന്ന് ആര് തെളിയിച്ചു? JC ബോസ് തെളിയിച്ചു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കുറച്ച് വിവരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ പങ്കുവെച്ചത്. ഇതിനി വരുന്ന എക്സാമിനെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. ബൈ, ടേക്ക് കെയർ.